അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ഡേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നുള്ള അറിയില്ല. ഇന്നും ഞാനൊരു അപ്ഡേഷന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുള്ള വീഡിയോ ആണ്. പലരും ആ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉംറ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് വീഡിയോ കണ്ടത്, അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ഇൻഷാല്ലാ അടുത്ത തവണ ഇൻഷാല്ലാ ഉംറക്ക് വരുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥകൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോ ഒന്നുകൂടെ കാണാൻ, നിങ്ങൾ കാണാത്തവർ കാണാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം പലരും ചോദിക്കാറുള്ളതാണ്. ഇവിടെ വരുന്ന ആളുകളാണെങ്കിലും കമന്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും പേഴ്സണലി കുറച്ച് മെസ്സേജ് അയക്കുന്നവരാണെങ്കിൽ പോലും ഉംറ ചെയ്യാനായിട്ട് ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനപരമായിട്ട് അല്ല അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ തിരക്കൊന്നും ഇല്ലാത്ത ഉംറ ചെയ്യാൻ പറ്റിയൊരു സമയം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിനേക്കാൾ നല്ലൊരു ആധികാരികമായിട്ട് ഇവിടുത്തെ ഹറം കാര്യാലയ വകുപ്പിന്റെ ഒരു നിർദ്ദേശം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ഹറം കാര്യാലയ വകുപ്പിന്റെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇവിടുത്തെ ഹജ്ജുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇവിടുത്തെ അപ്ഡേറ്റ്സും ഇവിടുത്തെ ചരിത്ര സ്ഥലങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവർക്കൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് നല്ല അനുയോജ്യമായിട്ടുള്ള 3 സമയം ഹറം കാര്യാലയ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. ആദ്യത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ രാവിലെ 8 മണി വരെയുള്ള ആ 2 മണിക്കൂർ സമയമാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 6 മണി ആകുമ്പോഴേക്കും ഹറമിലുള്ള തിരക്കുകൾ അത്യാവശ്യം കുറയും. മുഴുവൻ ആളുകളും പോകുന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഉണ്ടായിരുന്ന ബാക്കിയുള്ള സമയങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ രാവിലെ ഒരു 6 മണി മുതലുള്ള സമയം കുറച്ച് തിരക്ക് കുറവായിരിക്കും. കാരണം സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വിശ്വാസികൾ ഖുർആൻ പാരായണമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു സൂര്യൻ ഉദിക്കുന്നതോടുകൂടി ഹറമിൽ നിന്ന് പോകുന്നവരുണ്ട്. അപ്പം അവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് ഫ്രീ ആകും. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് നമ്മളവിടെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണെങ്കിൽ, അതായത് 6 മണിക്ക് നമ്മൾ ഇഹ്റാം ഒക്കെ ചെയ്തു വന്ന 6 മണി ആകുമ്പോഴേക്കും ഹറമിലേക്ക് എത്തി ഉംറ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് അല്ലെങ്കിൽ സമാധാനപരമായിട്ട് നല്ല അന്തരീക്ഷത്തിൽ ഉംറ നിർവഹിക്കാൻ പറ്റും. രണ്ടാമത്തെ അനുയോജ്യമായിട്ടുള്ള സമയം പറയുന്നത് വെച്ചാൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. ഈ ഒരു സമയം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും, എല്ലാ ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിലും തണുപ്പായിട്ടുള്ള സമയത്താണെങ്കിലും പൊതുവെ ചൂട് കൂടുതൽ ഉണ്ടാകുന്ന സമയം 12 മണി മുതൽ 2 മണി വരെയുള്ള സമയത്താണ്. അപ്പോൾ ഈ ഒരു പൊതുവെ ഹറമിൽ ഈ ഒരു സമയത്ത് തിരക്കുകൾ കുറവായിരിക്കും. തണുപ്പുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ആ ഒരു 12 മണി മുതൽ 2 മണി വരെ രണ്ടാമത്തെ അനുയോജ്യമായിട്ടുള്ള സമയമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. കാരണം ഹറമിൽ കുറച്ച് പൊതുവെ തിരക്ക് കുറവായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ആ ഒരു സമയത്ത് ഉംറ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ തവാഫൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ളുഹർ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മത്താഫിൽ തന്നെ നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ അതാണ് ഒരു 12 മണി മുതൽ 2 മണിയുള്ള ഒരു സമയം തിരക്ക് കുറവായിരിക്കും പൊതുവെ. പിന്നെ മൂന്നാമത്തെ ഒരു അനുയോജ്യമായിട്ടുള്ള സമയം പറയുന്നത് വെച്ചാൽ പുലർച്ചെ 2 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇശാ നിസ്കാരത്തിനൊക്കെ ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ കാത്തു നിന്ന് ഖിയാമുൽ ലൈൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റൂമുകളിലേക്കും വീടുകളിലേക്കും പോകുന്നവരുണ്ട്. അപ്പോൾ ഖിയാമുൽ ലൈൽ ഏകദേശം 1 മണി 1:30 കൂടി കഴിഞ്ഞാൽ അവരൊക്കെ വീടുകളിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു തിരക്ക് അവിടെ കുറയും. അപ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് നിങ്ങൾ 2 മണി ആകുമ്പോഴേക്കും ഇഹ്റാം ചെയ്ത് 2 മണി ആകുമ്പോഴേക്കും നിങ്ങൾ ഹറമിലേക്ക് എത്തുകയാണെങ്കിൽ ആ ഒരു തിരക്ക് കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് മത്താഫിലേക്ക് ഇറങ്ങി തവാഫ് ചെയ്ത് പൂർത്തീകരിച്ച് പിന്നെ സൈയിലൊക്കെ എത്തുമ്പോഴേക്കാണ് പിന്നെ അടുത്ത തിരക്ക് വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ തിരക്ക് വന്നു തുടങ്ങും. കാരണം സുബഹി നിസ്കാരത്തിനും അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരത്തിനൊക്കെ ഹറമിലേക്ക് വരുന്നവരുണ്ടാകും. അപ്പോൾ ആ ഒരു 3 മണി മുതൽ പിന്നെ അങ്ങോട്ട് ഒരു 6 മണി വരെ സുബഹി നിസ്കാരം കഴിയുന്നവരെ തഹജ്ജുദ് നിസ്കാരത്തിനും സുബഹി നിസ്കാരത്തിനൊക്കെ ആയിട്ട് ഹറമിലേക്ക് വരുന്നവരുണ്ടാകും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 മണി ആകുമ്പോഴേക്കും തിരക്കൊന്ന് കുറയും. അപ്പോൾ ഇതാണ് ഈ ഒരു ചൂട് കാലാവസ്ഥ മാറി ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഒരു അപ്ഡേഷനാണ് ഇത്. ഹറം കാര്യാലയ വകുപ്പിന്റെ ഒരു നിർദ്ദേശമാണ്. 3 സമയങ്ങൾ തിരക്കില്ലാതെ നല്ല സൗകര്യപ്രദമായിട്ട് വിശ്വാസികൾക്ക് സമാധാനപരമായിട്ട് ഉംറ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഞാനൊക്കെ ഉംറ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ചൂടാണെന്നുണ്ടെങ്കിലും കാലാവസ്ഥ ചൂടാണെങ്കിലും തണുപ്പാണെന്നുണ്ടെങ്കിലും ഞാനൊക്കെ സെലക്ട് ചെയ്യാറുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ 9 മണി വരെയാണ്. അപ്പോൾ ഒരു 6 മണി ആകുമ്പോഴേക്കും ഇഹ്റാമൊക്കെ ചെയ്ത് ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നല്ലൊരു അന്തരീക്ഷം, നല്ല രാവിലത്തെ ഒരു ഫ്രഷ് എയറിൽ നമുക്ക് നല്ല സുഖമായിട്ട് നല്ലൊരു ക്ഷീണമൊന്നും തോന്നാത്ത രീതിയിൽ നമുക്ക് ഉംറ നിർവഹിച്ച് നമുക്ക് തിരിച്ച് വീടുകളിലേക്ക് റൂമുകളിലേക്ക് മടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ആ ഒരു സമയമാണ് സെലക്ട് ചെയ്യാറുള്ളത്. ഇനി മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ
പറഞ്ഞത് കേട്ടോ, ഒരു അപ്ഡേഷൻ വന്നത്. പൊതുവെ ചൂടുള്ള സമയത്താണെങ്കിലും, അതായത് നല്ല ഇപ്പൊ കഴിഞ്ഞ ഹജ്ജിന്റെ സമയത്തൊക്കെ 50 ഡിഗ്രി 51 ഡിഗ്രി ഒക്കെ ആയി. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ ഉംറ ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉച്ച സമയം 12 മണി മുതൽ ഒരു 2-3 മണി വരെയൊക്കെ എന്തായാലും നല്ല ചൂടായിരിക്കും. 45-47 ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെ നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കൊക്കെ ഉംറയൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ ആ സമയത്ത്. അതില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആരോഗ്യം കുറഞ്ഞവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷീണമൊക്കെ ഉള്ള ആളുകളൊക്കെ ആ ഒരു സമയം തിരക്ക് കുറവാണെങ്കിൽ പോലും പറ്റുന്ന ആളുകൾക്ക് ആ ഒരു സമയത്ത് ചെയ്യുന്നതാണ് നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുക. പക്ഷെ ചൂടിന്റെ കടുപ്പം ഭയങ്കരമാണ്. എന്നാൽ പോലും നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല, ഒരു നല്ല ചുട്ടുപൊള്ളുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ത്വാഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മത്താഫിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം, മത്താഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഅബയുടെ ചുറ്റുള്ള ആ ഒരു വലയം വെക്കുന്ന ഭാഗമാണ് മത്താഫ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്ര ചുട്ടുപൊള്ളുന്ന വെയിലത്താണെങ്കിൽ പോലും നമ്മൾ കാലുകൊണ്ട് ആ ഒരു മാർബിളിന് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടാറില്ല, നല്ല തണുപ്പായിരിക്കും. പലരും പറയാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർബിളിന്റെ താഴെ AC സിസ്റ്റം ആണ് ഉള്ളത് എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നല്ല, അതൊരു പ്രത്യേകതരം മാർബിളാണ്. തണുപ്പ് ശീതീകരിക്കുന്ന അല്ലെങ്കിൽ ചൂട് അബ്സോർബ് ചെയ്തുകൊണ്ട് തണുപ്പ് കിട്ടുന്ന ഒരു തരം മാർബിളാണ് കേട്ടോ ഈ ഒരു മത്താഫില് മാഷാഅല്ലാ വിരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എത്ര ചുട്ടുപൊള്ളുന്ന വെയിലത്താണെങ്കിലും കാലിൽ ചൂട് ഏൽക്കാത്തത്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്ക് ഉച്ചക്കാണെങ്കിലും എത്ര കടുപ്പുള്ള ചൂടുള്ള സമയത്താണെങ്കിൽ പോലും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ആ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. അത് ചൂടുള്ള സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ 3 സമയം എന്ന് പറയുന്നത് തണുപ്പുള്ള കാലാവസ്ഥയിൽ ഹറം കാര്യാലയ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം 3 സമയമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. രാവിലെ 6 മണി മുതൽ 8 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ, അതുപോലെ തന്നെ പുലർച്ചെ 2 മണി മുതൽ പുലർച്ചെ 4 മണി വരെ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും അമീർമാരായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ ഇത് പറഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾ നിർദ്ദേശിച്ച് ഗൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു സൗകര്യമായിരിക്കും, സമാധാനമായിരിക്കും, അവർക്കും ആരോഗ്യത്തോടു കൂടി തന്നെ നല്ല സുഗമമായിട്ട് ഉംറയൊക്കെ നിർവഹിച്ച് തിരിച്ച് നാടുകളിലേക്ക് മടങ്ങാൻ പറ്റും. അപ്പോൾ എന്തായാലും അതൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉംറ ഗ്രൂപ്പിലൊക്കെ വരുന്നവർ അമീർമാരില്ലാതെ തന്നെ ഉംറക്ക് പോകുന്നവരും ഉണ്ടാകാം. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം സെലക്ട് ചെയ്ത് ഈ ഒരു സമയം മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉംറയുടെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഉംറ ചെയ്ത് തിരിച്ച് റൂമുകളിലേക്കും വീടുകളിലേക്കൊക്കെ മടങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് തരണം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.